പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളത്തിൻ്റെ 4ാം സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യത്തിൻ്റെ മുൻവർഷത്തെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തെരുവ് നാടകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. രചനയിലും രംഗാവതരണത്തിലും തെരുവ് നാടകം വേറിട്ട് നിൽക്കുന്നു. വിശദീകരിക്കുക. തെരുവ് നാടകത്തിൻ്റെ വേരുകൾ നാടോടി പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ജനജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് അതിൽ കാണാൻ കഴിയുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്കും ചൂഷണത്തിനും അടിച്ചമർത്തലുകൾക്കുമെതിരെയുള്ള പ്രസ്ഥാനമായിരുന്നു തെരുവ് നാടകം. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്കും ചൂഷണത്തിനും അടിച്ചമർത്തലുകൾക്കുമെതിരെയുള്ള പ്രസ്ഥാനമാണ് തെരുവ് നാടകം. പരുഷ യാഥാർത്ഥ്യങ്ങളെ തുറന്ന് ഒളിമറ കൂടാതെ തെരുവുകളിൽ അവതരിപ്പിക്കുകയാണിതിൽ. പരുഷ യാഥാർത്ഥ്യങ്ങളെ തുറന്ന് ഒളിമറ കൂടാതെ തെരുവുകളിൽ അവതരിപ്പിക്കുന്നു. സമകാല സംഭവങ്ങളെ യുക്തിപൂർവം അപഗ്രഥിച്ച് കാണികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ജനകീയ കലാരൂപമാണ് തെരുവ് നാടകം. സമകാല സംഭവങ്ങളെ യുക്തിപൂർവം അപഗ്രഥിച്ച് കാണികളുടെ മുന്നിൽ ഈ നാടകം അവതരിപ്പിക്കുന്നു. ജനങ്ങളുടെ അവസ്ഥയും അനുഭവങ്ങളും ഈ കലാപ്രസ്ഥാനങ്ങളിലൂടെ സൂക്ഷ്മമായി വെളിവാകുന്നുണ്ട്. ജനാധിപത്യപരമായ ഇത്തരം മാധ്യമത്തിലൂടെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദത്തിന് പ്രത്യക്ഷവൽക്കരണം നൽകാൻ ഉപയോഗപ്പെടുത്തുന്ന വിധം മൂർച്ചയേറിയതും ആഴത്തിലും പരപ്പിലുമുള്ള സംവേദനമാണ് ഇവിടെ നടക്കുന്നത്. സംവിധായകനും അഭിനേതാക്കളും മാത്രമുള്ള ഇത്തരം നാടകങ്ങളിലെ പ്രവർത്തകർ പ്രതിഭയും ആത്മസംയമനവും ഉള്ളവരുമാകണം. കാരണം കാണികളിൽ നിന്ന് നടിക്കുന്നവരിൽ നിന്നോ പ്രകോപനമോ ആക്രമണമോ ഉണ്ടായാൽ അവർ വൈകാരികമായി പ്രതികരിക്കാൻ പാടില്ല. അതിനുള്ള വൈകാരിക പരിശീലനം അവർക്ക് ലഭിച്ചിരിക്കണം. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് നാടകപ്രവർത്തകരിൽ മുൻപിട്ട് നിൽക്കേണ്ടത്. അരങ്ങിൽ നാടകം അവതരിപ്പിക്കുന്നതിനേക്കാൾ ദൃശ്യ പ്രസക്തത തെരുവ് നാടകാവതരണത്തിന് വേണം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ നാടകരൂപം അതീവ ലളിതമാണെന്ന് തോന്നാമെങ്കിലും സങ്കീർണമാണ്. പ്രത്യേക രംഗസജ്ജീകരണമോ വെളിച്ചത്തിൻ്റെ ആവശ്യമോ ഇതിലില്ല. വാചിക അഭിനയത്തിനാണ് ഇത്തരം നാടകങ്ങൾ ശ്രദ്ധ നൽകേണ്ടത്. പ്രത്യേകമായിട്ടുള്ള രംഗസജ്ജീകരണമോ വെളിച്ചമോ ഒന്നും ഇതിനാവശ്യമില്ല. വാചിക അഭിനയത്തിനാണ് നാടകത്തിൽ ശ്രദ്ധ നൽകേണ്ടത്. പ്രേക്ഷകർക്ക് നാടകാവതരണം നൈസർഗികവും ആകർഷകവുമായി അനുഭവപ്പെടണം. അവതരണ സ്ഥലം ജനങ്ങൾക്ക് എളുപ്പം എത്തിച്ചേരാവുന്നതും അഭിനയിക്കാനും കാണാനുമുള്ള സൗകര്യവും ഉള്ളതായിരിക്കണം. കുറഞ്ഞ സമയം കൊണ്ട് പ്രേക്ഷകരിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയണം. നാടകം അവതരിപ്പിക്കുമ്പോൾ അവിടേക്കുള്ള ജനങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. പെട്ടെന്ന് ഒരാശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഫലപ്രദമായ കലാരൂപമാണ് തെരുവ് നാടകം. ആശയപരമായി അനീതിയെ എതിർക്കുകയാണ് ഈ നാടകത്തിൻ്റെ ലക്ഷ്യം. ഇപ്പം ആശയപ്രകാശനമാണ് ലക്ഷ്യം. ഇപ്പം ആശയപരമായി അനീതിയെ എതിർക്കുക. ഉറച്ചതും വ്യക്തവുമായ ഒരു കാര്യം ജനങ്ങളോട് ഈ നാടകങ്ങൾ പറയുന്നു. തെരുവ് നാടകം കാണാനെത്തുന്ന ജനങ്ങളുടെ സ്വഭാവം, ഭാഷ, ചുറ്റുപാടുകൾ, ജീവിത രീതി ഇവയൊക്കെ മുൻകൂട്ടി അറിഞ്ഞാലേ നാടകാവതരണത്തിൽ അവരുടെ ഹൃദയം കീഴടക്കാനാവൂ. അവരെ ചിന്തിപ്പിച്ചുകൊണ്ട് വേണം പ്രായോഗിക തലത്തിലേക്ക് ഈ മാധ്യമത്തിലൂടെ കടക്കാൻ. അതാതിടത്തെ ജനങ്ങളുടെ അവസ്ഥയും വിഷയവും ഭാഷയും ഇതിലേക്ക് അവരെ ആകർഷിക്കാൻ സഹായിക്കും. കലാകാരന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രമേയത്തിനും അരങ്ങിലെ ഭാഷയ്ക്കും തെരുവ് നാടകങ്ങൾ വെളിവാക്കുന്ന നൈതിക ബോധം ജീവിത പരിഹാരം നേടുന്നതിനും ശക്തമായ പ്രതിരോധബോധം ഉൾക്കൊള്ളുന്നതുമാണ്. ചൂഷണ വിരുദ്ധമാണത്. കേരളത്തിലെ ദൃശ്യകലാപാരമ്പര്യം ഭരണകൂടത്തിൻ്റെ നെറുകേടുകൾക്കെതിരെയുള്ള ശക്തവും തീവ്രവുമായ പ്രക്ഷോഭവാസനയും വിമർശനവും പരിഹാരം തേടലുമൊക്കെ ഇഴചേർന്നതാണ്. അപ്പോൾ വിമർശനവും പരിഹാരവും ഇഴചേർന്നിരിക്കുന്ന ഒന്നാണ് തെരുവ് നാടകം. വിമർശനവും പരിഹാരവും ഇഴചേർന്നിരിക്കുന്നു. രചനയിലും രംഗാവതരണത്തിലും തെരുവ് നാടകം വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യത്തെ തെരുവ് നാടകമാണ് ഡ്രോപ്പ്. പ്രധാനപ്പെട്ട ചില
തെരുവ് നാടകങ്ങളാണ് KJ ബേബിയുടെ നാടുഗദ്ദിക, കരിവെള്ളൂർ മുരളിയുടെ പടയോട്ടം, തത്തമ്മേ പൂച്ച പൂച്ച, ജോസ് ചിറമേലിൻ്റെ കൂരിരിൻ്റെ വഴി, VK പ്രഭാകരൻ്റെ സൂക്ഷിക്കുക ജീവൻ വിലയേറിയതാണ് എന്നിവ. സ്ത്രീപീഡനം, വിലക്കയറ്റം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വർഗീയത, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് തെരുവ് നാടകങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ബെർത്തോൾട്ട് ബ്രെത്തിൻ്റെ നാടക സങ്കല്പത്തെ G. ശങ്കരപ്പിള്ള നോക്കിക്കാണുന്നതെങ്ങനെ? നാടകത്തിൻ്റെ ശില്പഘടനയിൽ തങ്ങൾക്ക് തൊട്ടുമുമ്പ് പൊളിച്ചെഴുതിയ വ്യക്തിയാണ് ബെർത്തോൾട്ട് ബ്രെത്ത്. നാടകത്തിന് അനുയോജ്യമല്ലെന്ന് കരുതിയിരുന്ന ഇതിവൃത്തങ്ങളും ശില്പരീതിയും സ്വതന്ത്രമായി സ്വീകരിച്ചുകൊണ്ട് അംഗീകരിക്കപ്പെട്ട നിയമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട അയഥാർത്ഥ നാടകത്തിൽ മാത്രമല്ല അപൂർവമായി യഥാർത്ഥ നാടകങ്ങളിലും ഇത് പ്രത്യക്ഷീഭവിക്കുന്നത് കാണാം. ശില്പപരമായ ഇത്തരം സ്വീകരണങ്ങൾ നിലവിലിരുന്ന നാടക സംഘങ്ങളെ ഉടച്ചുവാർത്തു. സുഘടിത നാടകം ഉപേക്ഷിച്ച പലതും പുതിയ സംവേദനത്തിന് അർത്ഥപൂർണമായി നാടകകൃത്തുക്കൾ സ്വീകരിക്കുന്നു. പിരിമുറുക്കമില്ലായ്മയും ലാളിത്യവും അയവും നാടകത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കില്ലെന്നും വന്നു. ആധുനിക നാടക പ്രവർത്തനത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള നാടക ദാർശനികനാണ് ബ്രെത്ത്. നാടകീയ നാടകത്തിൻ്റെ സങ്കേതങ്ങളെ നിരാകരിച്ച ബ്രെത്ത് എപ്പിക് തിയേറ്റർ സങ്കല്പം കൊണ്ടുവന്നു. ബ്രെത്തിൻ്റേതാണ് എപ്പിക് തിയേറ്റർ സങ്കല്പം. പ്രേക്ഷകനെ ചിന്തിപ്പിക്കാൻ വൈപുല്യമാർന്ന ജീവിത മുഖങ്ങളെ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പ്രേക്ഷകനെ ചിന്തിപ്പിക്കാൻ വൈപുല്യമാർന്ന ജീവിത മുഖങ്ങളെ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കഥാപാത്രത്തോട് തന്മയീഭവിക്കാതിരിക്കാനും ആദർശവൽക്കരണവും അതിനാടകീയതയും ഒഴിവാക്കാനും അദ്ദേഹം ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. നാടകീയതയേക്കാൾ എപ്പിക് ഗുണങ്ങളാണ് നാടകഘടന ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് എപ്പിക് തിയേറ്റർ എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത്. ഏഷ്യൻ നാടോടി നാടകങ്ങൾ എപ്പിക് തിയേറ്ററിന് ക്രിയാത്മക സഹായം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. വാചിക അഭിനയം മാത്രമല്ല, നടൻ്റെ ധർമ്മം, ധന്യാത്മക ചലനവും മൂകാഭിനയത്തിനും വാക്കുകൾക്ക് തുല്യമായ ഭാവവ്യഞ്ജകത്വമുണ്ട്. എന്നാൽ സംവിധാന സങ്കല്പം വളരുന്നതനുസരിച്ച് നാടകകൃത്ത് എല്ലാം എഴുതി വെക്കേണ്ടതില്ല എന്ന രീതി വരുന്നു. രംഗാവതരണ വേദിയിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രേക്ഷകരും അരങ്ങും ഒന്നായിത്തീരുന്ന നൂതന സംവിധാനങ്ങളുമെല്ലാം ഈ കാലഘട്ടത്തിലെ നാടകങ്ങളുടെ പ്രത്യേകതയായി പറയാവുന്നതാണ്. ആധുനിക നാടകങ്ങൾ പൂർണ്ണമായും പ്രേക്ഷക ശ്രദ്ധ ഇടതടവില്ലാതെ ആവശ്യപ്പെടുന്നു. പ്രേക്ഷകനെ അസ്വസ്ഥനാക്കി കാണാത്തതു കാണാൻ അത് ശക്തമായ പ്രേരണ നൽകുന്നു. ബഹിർമുഖം കണ്ട് വികാര വിരേചനം എളുപ്പത്തിൽ സാധ്യമാകാതെ താനും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ അന്തരാത്മാവിൽ കാണുകയാണ് അവൻ. ഇത്തരം സംവേദനശീലം സ്വായത്തമാക്കുന്നതിലൂടെ മാത്രമേ ആധുനിക നാടകത്തിൻ്റെ നല്ലൊരു പ്രേക്ഷകനാവാൻ ഒരുവന് സാധിക്കൂ. ബ്രെത്തിയൻ നാടകത്തിൽ പ്രേക്ഷകൻ പൂർണ്ണമായും അന്യവൽക്കരിക്കപ്പെട്ടവനാണ്. വിമർശന ബുദ്ധിയ അരങ്ങിൽ ബോധപൂർവം കാണികൾക്കായി ചിലതൊക്കെ കാണിക്കുകയാണെന്നും തിരിച്ചറിയേണ്ടതാണ്. ഈ ബോധം ഉടനീളം നിലനിർത്തിയാണ് നാടകശില്പം സൃഷ്ടിച്ചിരിക്കുന്നതും അവതരിപ്പിക്കുന്നതും. ഈ രീതി നമ്മുടെ പഴയ നാടോടി നാടക സങ്കല്പത്തിലും കാണാൻ സാധിക്കും. പക്ഷേ അവിടെ നൈസർഗികമായ അവതരണ സങ്കേതങ്ങളിലെ അപ്രധാന സ്ഥാനത്ത് മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. പ്രേക്ഷകരുടെ മുൻപിൽ വെച്ച് നടൻ കഥാപാത്രമാകുകയും കഥാപാത്രം നടനാവുകയും ചെയ്യുന്നത് കാണാനാകുന്നു. ഇത് രംഗപ്രയോഗ ശൈലിയായോ സാങ്കേതിക വിദ്യയായോ മനഃപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതല്ല. പക്ഷേ ബ്രെത്ത് പഴയ നാടകങ്ങളിൽ നിന്ന് എലിയനേഷൻ എന്ന അംശം സ്വീകരിച്ച് സൗന്ദര്യാത്മകതയുടെ ഭാഗമാക്കി നാടക ശില്പത്തിൻ്റെ പ്രധാന ഘടകമാക്കി മാറ്റി. ആധുനിക ജീവിതത്തിൻ്റെയും അതിൽ നിന്ന് ലഭ്യമാകുന്ന
അവബോധത്തിൻ്റെയും അടിത്തറയിലാണ് ആധുനിക നാടകത്തിലെ വ്യത്യസ്ത ശില്പസമ്പ്രദായങ്ങളും അവതരണ രീതികളും നിലകൊള്ളുന്നത്. പഴയ നാടകരചനയുടെയോ അവതരണത്തിൻ്റെയോ പിന്നിലുള്ള കലാബോധ സങ്കല്പമല്ല ഇന്നത്തെ നാടകത്തിനും സംവിധായകനും ഉള്ളത്. അടുത്ത ചോദ്യം, അധ്വാനിക്കുന്ന ഇടവും അരങ്ങും ഒന്നായിത്തീരുന്ന കാഴ്ചയുടെ അനുഭവ ലോകമാണ് പാട്ടബാക്കി എന്ന നാടകത്തിൽ കാണുന്നത്. വിശദീകരിക്കുക. ജന്മിത്ത നാടുവാഴിത്തങ്ങളെ കലയിലൂടെ തുടച്ചു നീക്കാനുള്ള പൊതുസമൂഹത്തിൻ്റെ ഇച്ഛയ്ക്ക് സാമൂഹിക രാഷ്ട്രീയ നാടകങ്ങൾ കരുത്തു പകർന്നിട്ടുണ്ട്. ജന്മിത്ത നാടുവാഴിത്തങ്ങളെ കലയിലൂടെ തുടച്ചു നീക്കാനുള്ള പൊതുസമൂഹത്തിൻ്റെ ഇച്ഛയ്ക്ക് സാമൂഹിക രാഷ്ട്രീയ നാടകങ്ങൾ കരുത്തു പകർന്നു. പാട്ടബാക്കിയുടെ കാണികൾ ഈ ശക്തിയും കരുത്തും ഏറ്റുവാങ്ങിയവരായിരുന്നു. സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ എന്നും കാണുന്നുവെന്ന തോന്നലുളവാക്കുന്ന കഥാപാത്രങ്ങൾ നാട്ടുഭാഷയിൽ ശത്രുവിനെ ചോദ്യം ചെയ്ത് പരിഹാരം നിർദ്ദേശിച്ച് അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർ പൂർണ്ണമായും മാറുകയായിരുന്നു. അന്ന് എല്ലാ കാണികളും മണ്ണിലിരുന്നാണ് നാടകം കണ്ടിരുന്നത്. അധ്വാനിക്കുന്ന ഇടവും അരങ്ങും ഒന്നായിത്തീർന്ന കാഴ്ചയുടെ അനുഭവ ലോകമായിരുന്നു അത്. പാട്ടബാക്കിയുടെയും നമ്മളൊന്നിൻ്റെയും തുടർച്ചയെന്നോണം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും ജനങ്ങൾ സ്വീകരിച്ചു. 1937 പൊന്നാനി കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായി കെ ദാമോദരൻ രചിച്ച നാടകമാണ് പാട്ടബാക്കി. സാമൂഹ്യ സമത്വത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് പാട്ടബാക്കിയിൽ ദാമോദരൻ ചെയ്തിരിക്കുന്നത്. പിൽക്കാലത്ത് മലയാളത്തിലുണ്ടായ രാഷ്ട്രീയ നാടകങ്ങളുടെ ചിട്ടയിലും ക്രമത്തിലും നിന്ന് അത്യന്തം വിഭിന്നമായി നിൽക്കുന്ന ഒരു നാടകമാണ് പാട്ടബാക്കി. രാഷ്ട്രീയ നാടകമെന്ന് ചരിത്രകാരന്മാർ പലതും അതിനെ വിശേഷിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹ്യ സംവിധാന ക്രമത്തിൻ്റെ വൈകൃതത്തെപ്പറ്റി ഉദ്ഘോഷം നടത്തുന്നതിനു പകരം നാടകത്തിൻ്റെ അന്ത്യത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. മുഹൂർത്തവും അത്തരമൊരു സന്ദർഭത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സഹോദരീ സഹോദരന്മാരുടെ ചിത്തവൃത്തിയും നാടകത്തെ നാടകമായി തന്നെ നിലനിർത്തുന്നതിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബം പോറ്റാൻ വശമില്ലാതെ തൊഴിലാളിയായിട്ടുള്ള കിട്ടുണ്ണി, പാട്ടബാക്കി വാങ്ങാൻ വരുന്ന കാര്യസ്ഥൻ രാമൻ നായരെ സഹോദരിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞതിന് കിട്ടുണ്ണി അടിക്കുന്നു. കാശ് ചോദിക്കാൻ ചെല്ലുന്ന കിട്ടുണ്ണിയെ മുതലാളി ഒഴിവാക്കുന്നു. അത്തൻകുട്ടിയുടെ കടയിൽ നിന്ന് കിട്ടുണ്ണി അരി മോഷ്ടിക്കുന്നു. മോഷ്ടാവും ജയിൽപ്പുള്ളിയുമായി തീരുന്ന കിട്ടുണ്ണി, അതുപോലെ ആരും സംരക്ഷിക്കാനില്ലാത്ത സഹോദരി കുഞ്ഞിമാളു കാര്യസ്ഥൻ്റെ കയ്യേറ്റം ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജന്മിക്കുടിയിറക്കിയ തൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി വേശ്യാവൃത്തി സ്വീകരിക്കാൻ നിർബന്ധിതയായിത്തീരുന്നു. ജയിൽ മുക്തനായി വരുന്ന സഹോദരൻ സത്യാവസ്ഥ മനസ്സിലാക്കി അവളെ ചൂഷണത്തിനെതിരായുള്ള പോരാട്ടത്തിൽ പങ്കുചേർക്കുന്നു. CJ തോമസ് ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കഥാഘടനയുടെ ലാളിത്യവും ഉള്ളടക്കത്തിൻ്റെ സത്യാവസ്ഥയും പാട്ടബാക്കിയെ മലയാളത്തിൻ്റെ ഏറ്റവും വിജയകരമായ രാഷ്ട്രീയ നാടകമാക്കി തീർത്തു എന്നാണ്. അടുത്ത ചോദ്യം പരിശോധിക്കാം. ദൃശ്യഭാഷ വാക്കുകളെയും ശബ്ദത്തെയും പുതിയ രീതികളിൽ സന്നിവേശിപ്പിച്ച് കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ചർച്ച ചെയ്യുക. വാക്കുകളേക്കാൾ വേഗത്തിൽ ദൃശ്യങ്ങൾക്ക് ഇന്ന് സംവദിക്കാൻ കഴിയും. നമ്മളിന്ന് മാധ്യമ സാന്ദ്രതയുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ദൃശ്യഭാഷ ദൃശ്യബിംബത്തെയും വാക്കുകളെയും ശബ്ദത്തെയും പുതിയ രീതികളിൽ സന്നിവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ടെലിവിഷൻ ദൃശ്യം വിവിധതരം വിവരങ്ങൾ, കാലാവസ്ഥ, സമയം, ഓഹരി വിപണി നിരക്കുകൾ, തത്സമയ വാർത്തകൾ, പരസ്യങ്ങൾ തുടങ്ങിയവ സദാസമയവും വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നിവയിലൂടെ വികസിച്ചു വരുന്ന ഒരു സാംസ്കാരിക മണ്ഡലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആശയ വിനിമയത്തിൻ്റെ ചരിത്രത്തിൽ ദൃശ്യഭാഷ, വാക്കുകൾ, ശബ്ദം എന്നിവയ്ക്ക് എപ്പോഴും കൃത്യമായ അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. പുസ്തകങ്ങളിൽ വാക്കുകൾക്കും റേഡിയോയിൽ ശബ്ദത്തിനും നിശബ്ദ സിനിമകളിൽ ദൃശ്യങ്ങൾക്കുമായിരുന്നു പ്രാധാന്യം. എന്നാൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും
സിനിമാ മാധ്യമങ്ങളിലും പരീക്ഷണങ്ങളും ഈ അതിർവരമ്പങ്ങളെ തച്ചുടച്ചിട്ടുണ്ട്. ഇന്ന് ദൃശ്യഭാഷ എന്നത് വെറും കാഴ്ചകൾ മാത്രമല്ല, അത് വാക്കുകളെയും ശബ്ദത്തെയും പുതിയ രീതിയിൽ സന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകന് ഒരേ സമയം ദൃശ്യ, ശ്രാവ്യ, ഭൗതിക അനുഭവം നൽകുന്ന ഒന്നായി മാറിയിരിക്കുന്നു. നാടകം, സിനിമ, ഡിജിറ്റൽ മീഡിയ എന്നിവയെല്ലാം ഈ പുതിയ സന്നിവേശ രീതികളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കാം. പരമ്പരാഗതമായി വാക്കുകൾ എന്നത് ഒന്നുകിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സംഭാഷണങ്ങളോ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ വരുന്ന സബ് ടൈറ്റിലുകളോ മാത്രമായിരുന്നു. എന്നാൽ ആധുനിക ദൃശ്യ സംസ്കാരത്തിൽ വാക്കുകൾ ഒരു ദൃശ്യഘടകമായി മാറിയിരിക്കുന്നു. മോഷൻ ടോപ്പോഗ്രഫി. ആധുനിക സിനിമകളിലും പരസ്യങ്ങളിലും സോഷ്യൽ മീഡിയ വീഡിയോകളിലും വാക്കുകൾ സ്ക്രീനിൽ പല വലിപ്പത്തിലും നിറത്തിലും ഭാവത്തിലും ചലിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. കഥാപാത്രത്തിൻ്റെ ദേഷ്യം കാണിക്കാൻ ഈ വാക്കുകൾ സഹായിക്കുന്നുണ്ട്. കട്ടുകൂടിയ ചുവന്ന അക്ഷരങ്ങളിലാണ് ദേഷ്യം കാണിക്കുന്ന വാക്കുകൾ എഴുതുന്നത്. ഭയം കാണിക്കാൻ വിറയ്ക്കുന്ന അക്ഷരങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ചിന്തകളുടെ ആവിഷ്കാരം. കഥാപാത്രങ്ങളുടെ മനസ്സിലെ ചിന്തകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഫോൺ സ്ക്രീനിൽ കാണിക്കുന്നതിന് പകരം അവർക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ, ചുവരുകളിലോ വായുവിലോ അക്ഷരങ്ങളായി തെളിഞ്ഞു വരുന്ന രീതിയും ഇന്ന് വ്യാപകമാണ്. ഇവിടെ വാക്കുകൾ കേൾക്കുകയല്ല, മറിച്ച് ദൃശ്യഭാഷയുടെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. ശബ്ദം എന്നത് വെറുമൊരു പശ്ചാത്തല സംഗീതമല്ല, മറിച്ച് ദൃശ്യത്തിന് ആഴം കൂട്ടുന്ന പ്രധാന ഘടകമാണ്. ആധുനിക ദൃശ്യഭാഷ ശബ്ദത്തെ വളരെ സൂക്ഷ്മമായി സന്വേഷിപ്പിക്കുന്നത് കാണാം. സിങ്ക് സൗണ്ട്. ഡബ്ബിംഗ് സ്റ്റുഡിയോകളിൽ വെച്ച് കൃത്രിമമായി ശബ്ദം ചേർക്കുന്നതിന് പകരം ഷൂട്ടിംഗ്